സ്പെഷ്യൽ പെർഫ്യൂം ഒരു സ്പെഷ്യൽ പേഴ്സൺ വേണ്ടിയിട്ട് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സിനൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങളൊരു പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു സജഷൻ ഉണ്ട്. ഇവനാണ് റിഫ്സ് ഫരീദ്. ഇത് ലാൻവിഡുലോം, YSLന്റെ ലാൻവിഡുലോം എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. ഈ ലാൻവിഡുലോം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം DNA ആണെന്നാണ് പറയുന്നത്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ ഒരു DNA ഭയങ്കരമായിട്ടൊരു കാർഡമം ഹെവി ആയിട്ടുള്ള ഈ YSL ലാൻവിഡുലോവും ആ ഒരു ടെറിട്ടറിയിലേക്കാണ്. കുറച്ചൊരു ലെവൻഡർ, ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് വൈബൊക്കെ തരുന്ന ഒരു DNA ആണത്. ഇതിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ്നെസ് ഭീകരമായിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഒരു കാർഡമം, കുറച്ചുകൂടെ ഡാർക്കർ സൈഡിലേക്കാണ് ഇത്. ലൈക്ക് ഇനിഷ്യലിയും ഡ്രൈ ഡൗണിലും അങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷേ ഒരു 1-to-1 ക്ലോൺ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ പെർഫ്യൂം എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കരമായിട്ട് കുറച്ച് അഡിക്റ്റീവ് ആണ്. നിങ്ങൾ ഒരു സ്പെഷ്യൽ പേഴ്സണൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഔട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെ കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആപ്റ്റ് ആവും. പിന്നെ ആക്ച്വലി ഒരു 1-to-1 എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റിൽ ഒരു 85 to 90% വരെ ലാൻവിഡുലോമിന്റെ ഒരു സിമിലർ ടെറിട്ടറിയിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻവിഡുലോം ആണെന്നുണ്ടെങ്കിലും ഈ റിഫ്സ് ഫരീദ് ആണെന്നുണ്ടെങ്കിലും ഒരു ഭീകര പെർഫോമർ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു സാധനം ഒരു 1 to 1.5 hours വരെ പ്രൊജക്ഷനും മാക്സിമം ഒരു 5 to 6 hours വരേക്കും ഒക്കെയാണ് നിൽക്കുന്നത്. ലാൻവിഡുലോ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ താഴെയാണ്. ഒരു മാക്സിമം ഒരു 1/2 hour to 45 minutes പ്രൊജക്ഷനും ഒരു 4 to 5 hours മാക്സിമം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു ബെറ്റർ ഡീലാണ്. പിന്നെ ഈ ലാൻവിഡുലോ ഏകദേശം 9,000 to 10,000 കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിന് ആകെ ഒരു 2,900 to 3,000 rupees വരുന്നുള്ളൂ. സോ ഒരു സ്പെഷ്യൽ പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് റിഫ്സ് ഫരീദ്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.